ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് സ്നേഹം എന്ന് പറയുന്നത്. നല്ല സ്നേഹമുള്ള അധ്യാപകരെ നമുക്ക് കഴിയുള്ളൂ. ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പാരൻസും അത് തന്നെ. അപ്പം അവരുമായിട്ട് ഇടപഴകണം, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അവരോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. സ്കൂളിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളോ എല്ലാം നമ്മൾ സംസാരിച്ച് അവരുമായിട്ടൊരു മാനസികമായ അടുപ്പുണ്ടാക്കിയെടുക്കണം. പാരൻസും വേണം, ടീച്ചേഴ്സും വേണം. അപ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് ഒഴിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ വേണ്ട തെറ്റുകളും പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ അവർ പരമാവധി നന്മകളിലേക്ക് പോകാനുള്ള ഒരു മനസ്ഥിതി അവരിലേക്ക് വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, അതായത് ഈ വികാരങ്ങളൊക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലാണ് അവർ അവതരിപ്പിക്കുക. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷൻസ് ആണ്. അതായത് അവരുടെ വികാരങ്ങൾ വളരെ തീവ്രമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളിപ്പോൾ 13 വയസ്സ് അങ്ങോട്ടുള്ള പ്രായം, 10-20 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പേരൻസ് അങ്ങോട്ട് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് തട്ടിക്കയറി പറയും, ദേഷ്യം പിടിക്കും. പേരൻസ് എന്താ വിചാരിക്കണേ, ഞാനൊരു രക്ഷിതാവല്ലേ, ഞാനൊരു ഉപ്പയല്ലേ ഉമ്മയല്ലേ, ഞാനൊരു അച്ഛനല്ലേ അമ്മയല്ലേ, എന്നോട് ഇങ്ങനെ അവരെന്താ തട്ടിക്കയറുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ പ്രായത്തിൻ്റെ ഒരു സവിശേഷതയാണത്. അതുകൊണ്ട് അവരോട് അതിനനുസൃതമായിക്കൊണ്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യണം, ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ തിരുത്തി നല്ല സൗമ്യമായ പെരുമാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവരാനും കഴിയുള്ളൂ. അപ്പം നമ്മൾ ആ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൗമാരത്തിലുള്ള കുട്ടികൾ. അപ്പം അതായത് അവർക്ക് എപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവും, പിയർ ഗ്രൂപ്പ് ഉണ്ടാവും, സമപ്രായക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആകുമ്പോൾ നല്ല കൂട്ടുകാരുമായിട്ട് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ നല്ല ക്വാളിറ്റീസ് അവൻ അക്വയർ വരും. നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ ഗ്രൂപ്പിലാണെങ്കിൽ ആ നെഗറ്റീവ് പ്രവർത്തനം അവൻ്റേക്കും വായിക്കും. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേരൻസും ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ, അവരുടെ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കണം, ആ ഗ്രൂപ്പിലെ കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നോക്കണം, അവരുടെ പെരുമാറ്റം എന്താണെന്ന് നോക്കണം. അപ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുള്ള ഗ്രൂപ്പിലാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്രമേണ തിരുത്തിച്ച് അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത്തരം കുട്ടികളുമായിട്ട് ഗ്രൂപ്പ് ചേരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഗ്രൂപ്പുകളാണ് പലപ്പോഴും കുട്ടികളെ പല സ്വഭാവങ്ങളും വളർത്തിയെടുക്കുന്നത്. ഇവിടെയാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയാവാനുള്ളതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഗ്രൂപ്പുകളെല്ലാവർക്കും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അവരൊന്ന് പരീക്ഷിച്ച് നോക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ സമയമാണ്. അതായത് ജീവിതത്തിലെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം, ആ മരുന്നൊന്ന് കഴിച്ചു നോക്കാം, അല്ലെങ്കിൽ ആ ലഹരി ഒന്ന് കഴിച്ചു നോക്കാം എന്നൊക്കെ ഒരു തോന്നൽ വരും. വെറുതെ ഒരു പുതുമയ്ക്ക് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ തുടങ്ങുന്നതായിരിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവൻ അതിൽ അഡിക്റ്റഡ് ആയിട്ട് പിന്നെ അതിൽ നിന്നൊരു മോചനമില്ലാതെ വരും. അങ്ങനെയാണ് അവസാനം അവന് ഒരു സ്ഥിരം മദ്യപാനിയോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമേറ്റ് ആയിക്കൊണ്ട് സാമൂഹ്യദ്രോഹിയായിട്ട് മാറുന്നത്. അപ്പം അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കണം. അപ്പം കുട്ടികൾ നല്ലവണ്ണം നിരീക്ഷിക്കണം. രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാനുള്ള സമയവും ഇല്ല, അതിനുള്ള മനസ്സില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത്. കുട്ടികൾക്ക് നമ്മൾ ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അവർ ഇഷ്ടം പോലെ അവരെങ്ങനെ ചെലവഴിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരാരെ കൂടെയാണ് കൂട്ടെന്നൊന്നും പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം വേണ്ടത് വീട്ടിൽ നിന്നാണ് ഈ ശിക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടണത്. അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ അധ്യാപകരെ കൊണ്ട് മാത്രം കഴിയില്ല. വീട്ടിൽ നിന്നുള്ള ശിക്ഷണങ്ങൾ കിട്ടിയ കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ അവിടുന്ന് ആ കുട്ടികളെ മോശപ്പെട്ട രീതിയിലേക്ക് പോകാതെ അധ്യാപകർ ശ്രദ്ധിച്ചുകൊള്ളും. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ശിക്ഷണങ്ങൾ കിട്ടാതെ വന്നാലും മോശപ്പെട്ട പ്രവർത്തനങ്ങളുള്ള കുട്ടികളെ അധ്യാപകർ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് തിരുത്തും. അപ്പം ഇന്ന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുകയും വേണം. സ്കൂളുകളുണ്ട് കൗൺസിലിംഗ് ഉള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുണ്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചാൽ കൗൺസിലിംഗ് കിട്ടും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്.